Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1344 ദിവസമാണ്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ PS ബേബി ചക്രപാണി ഡോക്ടറാണ്. അദ്ദേഹം ക്യുസാറ്റിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ക്യുസാറ്റിൽ ബയോടെക്നോളജി വിഭാഗത്തിൽ ഓണറ്റി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ന്യൂറോ സയൻസ് വിഭാഗത്തിലും മസ്തിഷ്ക രോഗങ്ങളും ജീവിതശൈലിയും എന്ന ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ക്ലാസ് തുടങ്ങാം ഡോക്ടറെ. അദ്ദേഹം അതുപോലെ തന്നെ ധാരാളം വിഷയങ്ങളിൽ പേപ്പർ പ്രസന്റേഷനും എല്ലാം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം റിസർച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു സാറ് പറഞ്ഞത് എന്താണ്, ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഡോക്ടർ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം ഡോക്ടറെ ക്ലാസ് എടുക്കുവാനായി കിട്ടിയത്. ക്ലാസ് തുടങ്ങാണ്ടോ? സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. റൂമില് ഫേസില് ലൈറ്റ്, ബാക്കിലെ ലൈറ്റ് ഗ്ലെയർ അടിക്കുന്നുണ്ട്. ഗ്ലെയർ ഫേസിന് ക്ലാരിറ്റി ഇല്ല. ഒന്ന് കണക്ട് ചെയ്യാവോ? സാർ ഇരുട്ടത്തിരിക്കുന്നത്. അല്ല, ഇരുട്ടത്തല്ല, ഒരു ഫേസിൽ ഗ്ലെയർ അടിക്കുന്നത് കൊണ്ടാണ്. സൈഡിൽ കമ്പ്യൂട്ടർ ചരിച്ചു വെച്ചാലും മതിയാന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ലൈറ്റ് ഗ്ലെയർ അടിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഒരല്പം കൂടെ ചരിഞ്ഞപ്പോൾ അത് എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ലൈറ്റ് വരാൻ ശ്രദ്ധിക്കുക, അപ്പൊ നന്നായിരിക്കും. ഇപ്പൊ ബെറ്റർ ആണോ? കുറച്ച് അത്ര ക്ലിയർ ആയിട്ടില്ല. ഒരു അവസ്ഥക്ക് വലിയ മാറ്റമില്ല. എന്നാലും ഇവിടെ സജഷൻ വന്നിട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിന്റെ ക്യാമറ ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ട് ഒരു ഇത് വന്നിട്ട്, പക്ഷെ അതായിരിക്കാം. ലൈറ്റിന്റെ പ്രശ്നം. അല്ല, ഇപ്പൊ നേരത്തേലും ബെറ്റർ ആണ്. കുഴപ്പമില്ല. നമുക്ക് ഇന്നിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയോ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ നാളെ ഇനി സെപ്പറേറ്റ് ക്യാമറ വെക്കാം. ഇത് ലാപ്ടോപ്പിന്റെ ക്യാമറ ചെയ്തുകൊണ്ടായിരിക്കും. അതല്ല സാർ, എപ്പോഴും ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഇരുന്നാൽ മതി സാർ. കുറച്ച് ലൈറ്റ് നമ്മുടെ മുഖത്തടിക്കണം, അപ്പൊ കറക്റ്റ് ആവും. ഫേസിലോട്ട് ലൈറ്റ് കൊടുക്കത്തക്ക രീതിയിൽ ലാപ്പിന്റെ മേലിൽ കൂടെ ഒരു ലൈറ്റ് വന്നാൽ മതി. ഓക്കെ. ഇപ്പൊ മേലിൽ നിന്ന് വരുന്ന ലൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ടോക്കിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇന്ന് IFPH ടോക്കിനെ വിളിച്ച മെയിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത പ്രവീൺ ഡോക്ടറിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവില്, കാരണം ഹോമിയോപ്പതിയായിട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ന്യൂറോ സയൻസ് റിസർച്ച് കൊണ്ടുപോകാന്നുള്ള കുറെ ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടോക്കിനും കൂടെ ഡോക്ടർ പ്രവീൺ വിളിച്ചത്. അപ്പൊ ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലാബിൽ നടക്കുന്ന കുറെ കാര്യങ്ങളിൽ എങ്ങനെ ഹോമിയോപ്പത്തിക്ക് ഇന്റർവെൻഷനും കൂടെ കൊണ്ടുവരാന്ന്. കാരണം ഹോമിയോപ്പതി ഈസ് വെരി ഇഫക്റ്റീവ് ഇൻ സെവറൽ കൈൻഡ്സ് ഓഫ്
ഇൻക്ലൂഡിങ് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ. അപ്പോൾ ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ കുറേ ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ മോളിക്കുലർ മെക്കാനിസം അല്ലെ എങ്ങനെയാണ് അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്നൊന്നും ക്ലിയർ അല്ല. അപ്പൊ അതിനും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ അപ്പൊ ഞങ്ങളുടെ ലാബിൽ എന്തൊക്കെയാണ് നടക്കണം. അതുപോലെ തന്നെ ഇന്നൊരു ജനറലൈസ്ഡ് ടോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ബിക്കോസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ തലച്ചോറിലുള്ള മാറ്റങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് തലച്ചോറ് ഓരോ സ്റ്റേജസിലും മാറ്റം വരണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഫസ്റ്റ് ടോക്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താല് ഒരു ജസ്റ്റ് ഒരു യാത്ര പോണേണെന്ന് കരുതുക. നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു പുറത്തേക്കൊക്കെ നമ്മള് ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? സ്ക്രീൻ ക്ലിയർ ആണ്, ഓക്കെ. കേൾക്കാം. സോ ഒരു വൈകുന്നേരം നമ്മളിപ്പോ യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആണെന്ന് കരുതുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തലച്ചോറില് കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്ക് എല്ലാം സ്മൂത്ത് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യണം. ബട്ട് ഇഫ് യു സീ സംതിങ് ഡേഞ്ചറസ്, അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ നെറ്റ്വർക്കിൽ അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ചസ് വരും. സോ ഇഫ് യു സീ സംതിങ് ത്രെറ്റനിങ്, അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിൻ സെൻസ് ദ കമാൻഡ് ടു ഫ്രീസ് യുവർ ബോഡി. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ഫ്രീസിങ് സ്റ്റേജിലേക്ക് നമ്മൾ ബോഡീനെ എത്തിക്കാനായിട്ടുള്ള കമാൻഡ്സ് ബ്രെയിനിൽ നിന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഡേഞ്ചറസ് ഒരു ഇൻവേഡർ നമ്മളെ നോക്കിയെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒളിക്കാൻ ശ്രമിക്കും. അപ്പൊ തന്നെ ബ്രെയിൻ വേറൊരു കമാൻഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് വന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് ടൈം ബ്രെയിൻ വിൽ സ്വിച്ച് ഓൺ ദ സിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് വി വിൽ ട്രൈ ടു ഐദർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി കുറച്ച് ഡിസ്റ്റൻസ്ഡ് ആണെന്ന് കണ്ടാൽ വി വിൽ ട്രൈ ടു റൺ അവേ ഫ്രം ദ ത്രെറ്റ്. അത് കഴിഞ്ഞ് അതൊന്നും ഫലിക്കണില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ? ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ആ ത്രെറ്റ്ഫുൾ ഇപ്പൊ സിംഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഓൺലി തിങ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഈസ് ടു ഫൈറ്റ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് ആ ചേഞ്ചസ് വരുത്തുന്നുണ്ട് നമ്മുടെ നെറ്റ്വർക്കിൽ. അപ്പൊ അത് ഓരോ സ്റ്റേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ പറഞ്ഞത്. സോ ആദ്യത്തെ സ്റ്റേജിൽ വി വിൽ ബി മച്ച് മോർ റിലാക്സ്ഡ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ സിംഹത്തിന് അല്ലെങ്കിൽ ആ ത്രെറ്റിനെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അവർ ബ്രെയിൻ വിൽ ഫ്രീസ്. അത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ എന്താണ് ഇങ്ങോട്ട് സിംഹം നോക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് അതിങ്ങോട്ടാണ് വരണേന്ന് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ട്രൈ ടു റൺ. ആൻഡ് അറ്റ് ദ ടൈം വെൻ ഇറ്റ് ട്രൈ ടു അറ്റാക്ക് അസ് വി വിൽ ഫൈറ്റ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ആ കമാൻഡ് സിസ്റ്റം ഇപ്പൊ ബ്രെയിനിൽ നിന്നുള്ള നെറ്റ്വർക്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഹൗ ഇറ്റ് ചേഞ്ചസ് ഫ്രം ഇറ്റ് പ്രിപ്പയർസ് ദ എൻറ്റയർ ബോഡി, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ബോഡിയിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നെയാണ്. സോ അതാ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ എങ്ങനെയാണ് ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് ദ എൻറ്റയർ നെറ്റ്വർക്ക്. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ചസും അതുപോലെ തന്നെ ന്യൂറോണൽ ഫയറിങ്ങിലും വ്യത്യാസം വരുത്തുമ്പോഴാണ്. അപ്പൊ അത് ഇതെല്ലാം പ്രോസസ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മെമ്മറി ഓർ കോഗ്നീഷൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബ്രെയിനിനെ കണക്കാക്കുന്നത് നമ്മുടെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ ബാക്കി ഹൈ ആൻഡ് കോഗ്നേറ്റീവ് എബിലിറ്റീസിന് വേണ്ടിയാണ്. ബട്ട് ദ ബ്രെയിൻ ഈസ് കോർഡിനേറ്റിംഗ് ദ എൻറ്റയർ ബോഡീസ് ആക്ടിവിറ്റി. അത് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതുപോലെ തന്നെ പല മെക്കാനിസം വഴി ഓരോരോ നമ്മുടെ സ്കിന്ന് തൊട്ട് അതുപോലെ തന്നെ ബാക്കി എൻറ്റയർ ഏരിയാസിലേക്ക് ന്യൂറൽ നെറ്റ്വർക്ക്സ് വഴി കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. ആൻഡ് ഡ്യൂ ടു ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഗ്ലാൻസിന്റെ റിലീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരോ എന്താണ് മസിൽ മൂവ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ആ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ സൊസൈറ്റി ഫോർ ന്യൂറോ സയൻസ് കൺസിഡേഴ്സ് ഹ്യൂമൻ ബ്രെയിൻ ആസ് ദ മോസ്റ്റ് കോംപ്ലെക്സ് ലിവിങ് എൻറ്റൈറ്റി ഇൻ ദ എൻറ്റയർ യൂണിവേഴ്സ്. അപ്പൊ അത്രയും കോംപ്ലെക്സ് ലിവിങ് എൻറ്റൈറ്റി ആയിട്ടാണ് പറയുന്നത്. ആ കോംപ്ലെക്സിറ്റി വരണത് നമ്മുടെ ബ്രെയിനിലുള്ള നമ്പർ ഓഫ് ന്യൂറോൺസ് കാരണം. സോ വി ഹാവ് അറൌണ്ട് 100 ബില്യൺ ന്യൂറോൺസ്. ദാറ്റ് ഈസ് 1 ഫോളോഡ് ബൈ 11 സീറോസ്. അപ്പോൾ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ആൻഡ് ഈച്ച് ന്യൂറോൺ ക്യാൻ ഫോം അറൌണ്ട് 10,000 ഡിഫറെന്റ് കണക്ഷൻസ്. അപ്പൊ 100 ബില്യണിൽ തന്നെ ഓരോ ന്യൂറോണിനും ഏകദേശം ആവറേജ് 10,000-ഓളം കണക്ഷൻസ് ഉണ്ടാക്കാം.
So the total number of connections that gets established in our brain is around million billion. എന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട് 15 പൂജ്യം അത്രയും കൂടുതൽ ഒരു ആവറേജ് നെറ്റ്വർക്ക് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. And if we connect one neuron behind the other, the total distance covered will be around 3.2 million kilometers. That is, starting from Earth, you can go to moon and come back to Earth and wind the Earth around 6 times. അപ്പോൾ അത്രയും ലോങ് നെറ്റ്വർക്ക് ഓഫ് കണക്ഷൻസ് ഹ്യൂമൻ ബ്രെയിൻ ഒന്നിന് പുറകെ ഒന്ന് ന്യൂറോൺസ് ആയിട്ട് കണക്ട് ചെയ്താൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു കോംപ്ലക്സിറ്റി. ആ കോംപ്ലക്സിറ്റിയിൽ തന്നെ ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആകുന്ന അനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. സോ ഹൂ വി ആർ കറന്റ്ലി ഈസ് ബേസ്ഡ് ഓൺ ദ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അവർ ബ്രെയിൻ. ഇപ്പൊ എത്ര നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പല പല ഇന്ററാക്ഷൻസിലൂടെ there are different networks that are created. ആ നെറ്റ്വർക്ക് ഇതുവരെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ എൻറ്റയർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കോംപ്ലക്സിറ്റി ഇത്രയും കൂടുതൽ റിസർച്ച് നടക്കുന്നതും അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി US-ലും യൂറോപ്പിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഫണ്ടഡ് റിസർച്ച് ഉള്ളത് ന്യൂറോ സയൻസിലാണ്. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രെയിനിന്റെ കോംപ്ലക്സിറ്റി തന്നെയാണ്. അപ്പൊ അതിനെ മാക്സിമം മനസ്സിലാക്കാനാണ് കൂടുതൽ റിസർച്ച് നടക്കുന്നത്. അപ്പൊ അതിന്റെ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഹൗ ദ ന്യൂറോൺസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ നിയർ ബൈ ഓൾ ദ ഇൻഫർമേഷൻസ് ആർ കണക്ട്, അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യണത് ഡെൻഡ്രൈറ്റ്സിലൂടെയാണ്. ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ന്യൂക്ലിയസിലേക്ക് അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ബോഡി പ്രോസസ്സസ് ദോസ് ഇൻഫർമേഷൻ. ആ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് the action potential is generated which is communicated through the axons. അപ്പോൾ ആക്സോൺസിലൂടെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനും when it reaches the next neuron there is a small gap called the synapse. ആ സിനാപ്സിലൂടെ കമ്മ്യൂണിക്കേഷൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽസ് വഴിയാണ് നടക്കുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു കെമിക്കൽ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. സോ ഫ്രം ഇലക്ട്രിക്കൽ ഇറ്റ് മൂവ്സ് ടു ദ കെമിക്കൽ ട്രാൻസ്മിഷൻ. സോ ദ എൻറ്റയർ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബൈ ഇലക്ട്രോ കെമിക്കൽ ട്രാൻസ്മിഷൻ. അങ്ങനെയാണ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സിഗ്നല് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു എപ്പോഴും ഇലക്ട്രിക്കൽ ആണ് കൂടുതൽ ന്യൂറോൺസിനെ പറ്റി പറയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് കെമിക്കൽ ട്രാൻസ്മിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ചേഞ്ചിങ് അവർ മൂഡ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡ് മാത്രമാണെങ്കിൽ ഇലക്ട്രിക്കൽ മാത്രമാണെങ്കിൽ ഈ ഒരു ഡൈവേഴ്സ് തോട്ട് പ്രോസസ് ഒന്നും നടക്കില്ല. സോ വെൻ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ചസ് ഹാപ്പൻസ്, അതുകൊണ്ടാണ് നമുക്ക് ഒരു മൂഡ് ഇപ്പൊ നമ്മൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ദുഃഖമൊക്കെ വരേണ്ടത് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവൽ ചേഞ്ചസ് വരുമ്പോഴാണ്. അങ്ങനെ പല പല നമ്മുടെ മൂഡ് മാറണതൊക്കെ ആ ഒരു ന്യൂറോണൽ കമ്മ്യൂണിക്കേഷൻ കെമിക്കൽ ട്രാൻസ്മിഷനും കൂടെ ഉള്ളതുകൊണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് ബ്രെയിനിന്റെ എൻറ്റയർ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ സ്റ്റേജ് ബൈ സ്റ്റേജ് ദർ ഇസ് ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ജെനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അത് എന്താ ജീൻസിന് കുറേ ഏർലി സ്റ്റേജസിൽ വളരെയധികം റോളുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് സാധിക്കും. അതാണ് ജെനറ്റിക്കൽ മോഡിഫിക്കേഷൻ ക്യാൻ ബി ഓൾസോ ലൈക്ക് ഓവർ റൂൾഡ് ബൈ, അല്ലെങ്കിൽ ജെനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും എപ്പിജെനറ്റിക് മോഡിഫിക്കേഷൻ വഴി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വഴിയാണ്. അപ്പൊ ഈ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് പല സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ക്രിട്ടിക്കൽ പീരീഡ്. ആ ക്രിട്ടിക്കൽ പീരീഡിൽ നമ്മൾ ആദ്യം ജനിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ നമ്പർ ഡിഫൈൻഡ് ആയിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ 100 ബില്യൺ ന്യൂറോൺസും ഏകദേശം ആ ബർത്തിന്റെ സമയത്ത് തന്നെ ഫോം ചെയ്ത് കാണും. അത് കഴിഞ്ഞിട്ട് വരുന്ന മാറ്റങ്ങളെല്ലാം ഈ കണക്ഷൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ റീവയറിങ്ങും അതുപോലെ തന്നെ ഓരോരോ കണക്ഷൻസിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഓരോ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ വന്നു ചേരുന്നത്. അപ്പൊ ആദ്യത്തെ 6 months ആ സെൻസറി ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ബ്രെയിനിൽ ചേഞ്ചസ് നടക്കുന്നത്. അപ്പൊ ആ സെൻസറി ഡെവലപ്മെന്റ് ഒപ്റ്റിക്കൽ കണക്ഷൻസ് കൂടും, അതുപോലെ തന്നെ ഓഡിറ്ററി കണക്ഷൻസ്. അങ്ങനെ മെയിൻ 2 സെൻസസ്
വിഷനും അതുപോലെ തന്നെ ഹിയറിങ്ങും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യണ ഈ ഏർലി സ്റ്റേജസിലാണ്. അത് കഴിഞ്ഞ് ഒരു വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയൊക്കെ മോട്ടോർ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് പ്രിഡോമിനന്റ് ആയിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ ഹൈ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ ഒരു ജീവജാലങ്ങളും ഇത്രയും കൂടുതൽ ഒരു ഓർഗന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യാറില്ല. അത് ഹ്യൂമൻ ബ്രെയിനിൽ ഇത്രയും എന്താണ് ഡെവലപ്മെന്റ് എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ മെമ്മറി അതുപോലെ തന്നെ കോഗ്നീറ്റീവ് എബിലിറ്റീസിനൊക്കെയാണ്. അപ്പൊ അതിനെല്ലാത്തിനും ഈ ക്രിട്ടിക്കൽ പീരീഡിലൂടെ കടന്നു പോണതുകൊണ്ടാണ് നമുക്ക് ആ ചേഞ്ചസ് ബ്രെയിനിൽ വരുന്നത്. ഇപ്പം ഒരു 25 ഇയേഴ്സ് വരെ ഈ കോഗ്നീറ്റീവ് ഡെവലപ്മെന്റ് എല്ലാം നാച്ചുറൽ ആയിട്ട് നടക്കും. അത് കഴിയുമ്പോഴത്തേക്കും ആ ചേഞ്ചസ് നാച്ചുറൽ ആയിട്ട് നടക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും കാര്യം ബോധപൂർവം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ആ കണക്ഷൻസിൽ മാറ്റം വരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് ഒരു 25-30 വയസ്സോടെ കംപ്ലീറ്റഡ് ആവും. അപ്പൊ ഈ ഡെവലപ്മെന്റ് പ്രോസസ്സ് ജെനറ്റിക്സിനും റോളുണ്ട് ഏർലി സ്റ്റേജസിൽ. അത് കഴിയുമ്പോഴത്തേക്കും എപ്പിജെനറ്റിക് മോഡിഫിക്കേഷൻസ്, അത് നമ്മൾ DNA അസിറ്റിലേഷൻ, DNA മെത്തിലേഷൻ ഒക്കെ പറയുന്ന പ്രോസസ് വിച്ച് ഐദർ ആക്ടിവേറ്റ്സ് ദ ജീൻസ് ഓർ സൈലൻസസ് ദ ജീൻസ്. അപ്പൊ അതിനെല്ലാത്തിനും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് വളരെയധികം റോളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഫാദർ ഓഫ് ന്യൂറോ സയൻസ് സാന്റിയാഗോ റമോൺ കഹാല് പറഞ്ഞേക്കണ പോലെ തന്നെ യു ക്യാൻ ബിക്കം ദ സ്കൾപ്ചർ ഓഫ് യുവർ ഓൺ ബ്രെയിൻ. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വെച്ചിട്ട്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ നാച്ചുറലായിട്ട് ആ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് നമുക്ക് ഏത് പ്രായത്തിലും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് റീസെന്റ് സ്റ്റഡീസ് എല്ലാം പറയണത്. 25 വയസ്സ് വരെ ക്രിട്ടിക്കൽ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ന്യൂറൽ നെറ്റ്വർക്ക്സ് റീവയേഴ്സ്. ആ ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ട് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസി വരുന്ന കേസ് എടുക്കാം. സൂയിസൈഡൽ ടെൻഡൻസിയുടെ സമയത്ത് ആ നമ്മുടെ ഫ്രോണ്ടൽ ലോബിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് കാണുന്നത്. ദിസ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാനിങ്, ജഡ്ജ്മെന്റ്, അങ്ങനത്തെ നമ്മുടെ ഹൈജൻ സോഷ്യലൈസേഷൻ, ഇതിനെല്ലാത്തിനും പ്രീഫ്രോണ്ടൽ കോർട്ടക്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള്. ഇപ്പോൾ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലാണ് ഈ ആദ്യത്തെ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വരുമ്പോൾ ചേഞ്ചസ് വന്നു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആ ബ്രെയിൻ സ്കാനിങ്ങിലൂടെ തന്നെ എത്രത്തോളം മാറ്റം വന്നെന്ന് കാണാൻ പറ്റും. അപ്പൊ അത് കൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമിഗ്ഡാല ടു പ്രീഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ആ കണക്ഷൻസിലും മാറ്റം വരും. അമിഗ്ഡാല ഈസ് ദ ഏരിയ ഫോർ ഇമോഷണൽ പ്രോസസ്സിങ്. അപ്പൊ അമിഗ്ഡാല എന്നുള്ള കണക്ഷൻസ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് കുറെ ചേഞ്ചസ് കാണിക്കും. ഇതെല്ലാം നമുക്ക് ഒരു ആള് സ്ട്രെസ്ഡായി, ഹൈലി സ്ട്രെസ്ഡായി ഡിപ്രസീവ് കണ്ടീഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബ്രെയിനിലെ നെറ്റ്വർക്കിൽ തന്നെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് എങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് റീവയർ ചെയ്യാന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പാത്വേ ആണ്. ഇപ്പൊ സൂയിസൈഡിന്റെ എക്സാമ്പിൾ എടുത്തു കഴിയുമ്പോൾ പറയണത് HPA ആക്സിസ് ഓർ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ്. ഈ ഒരു ആക്സിസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് റോള് വരുന്നത്. അതിൻ്റെ അകത്താണ് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് പാത്വേ, അല്ലെങ്കിൽ സ്ട്രെസ് ഹൈലി സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്വിച്ച് ഓൺ ആകണം. ഇതെല്ലാം കൺട്രോൾ ചെയ്യണത് HPA ആക്സിസ് വഴിയാണ്. അപ്പൊ HPA ആക്സിസിൽ നമുക്ക് മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഈ സൂയിസൈഡൽ ടെൻഡൻസിയിലൊക്കെ നമുക്ക് കുറെ കുറവ് വരുത്താം. അപ്പൊ അതെങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണം. അപ്പൊ അതിൻ്റെ അകത്ത് 2 കാര്യമാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ പറയണത്. നമ്മൾ HPA ആക്സിസിന്റെ ഇമ്പോർട്ടൻസ് പറയാം, അതുപോലെ തന്നെ സെറട്ടോണിൻ ലെവൽ ഗോസ് ഡൗൺ ഇൻ ദ കേസ് ഓഫ് സൂയിസൈഡൽ ടെൻഡൻസി. അപ്പൊ അതെല്ലാം ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ആസ് വെൽ ആസ് കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ നടക്കും വെൻ ദർ ഈസ് ഹൈലി സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് കണ്ടീഷനിലേക്കൊക്കെ പോകുമ്പോൾ. ഇതിനെല്ലാത്തിനും ഇപ്പോൾ സൂയിസൈഡൽ ഐഡിയേഷനും ഒരു ന്യൂറൽ പാത്വേസ് ഇൻവോൾവ്,
and also there is chemical as well as network level changes that are happening. അങ്ങനെയാണ് ഒരു ആ suicidal ആക്ടിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, ഈ നെറ്റ്വർക്കിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണം. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഈസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ ബ്രെയിനിനെ എങ്ങനെ വേണേലും അഡാപ്റ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ എൻവയോൺമെന്റൽ കണ്ടീഷൻ. അപ്പൊ അത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കണം അതനുസരിച്ച് ബ്രെയിനിൽ കുറെ മോഡിഫിക്കേഷൻസ് വരും. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ടു ഫോം ദീസ് ന്യൂ കണക്ഷൻസ്. അപ്പൊ അത് നമ്മൾ ജനറൽ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഐദർ യു യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന് പറയാം. കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ ഒരു കണക്ഷൻ യൂസ് ചെയ്യണം അതനുസരിച്ച് ആ കണക്ഷൻസിന്റെ നെറ്റ്വർക്ക് കൂടുതൽ വാസ്റ്റ് ആകാൻ തുടങ്ങും. അതല്ലാതെ നമ്മൾ ഒരു കണക്ഷൻ കുറച്ച് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ എബിലിറ്റി കുറയും. സോ ഇറ്റ് ഈസ് അപ് ടു അസ് വിച്ച് ഓൾ നെറ്റ്വർക്ക് വി വാണ്ട് ടു ആക്ടിവേറ്റ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്രിട്ടിക്കൽ പീരീഡിൽ മാത്രമല്ല നടക്കുന്നത്, ക്രിട്ടിക്കൽ പീരീഡ് കഴിഞ്ഞിട്ട് ആ ഒരു ത്രൂ ഔട്ട് ലൈഫ് വി ക്യാൻ ഇൻഡ്യൂസ് ദിസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പൊ അത് സാധാരണ ഇഞ്ചുറി വരുമ്പോഴും അതുപോലെ തന്നെ ഇപ്പൊ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മൂവ്മെന്റ് ഒക്കെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണത് ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ലെവൽ ട്രെയിനിങ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ CNSന്റെ ഡാമേജ് കൂടുതൽ സ്ട്രോങ് ആകും തോറും അതിന്റെ ഡീജനറേഷൻ അത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ റീപ്ലേസിങ് കപ്പാസിറ്റി വളരെയധികം കുറയും. പക്ഷേ എക്സിസ്റ്റിംഗ് ന്യൂറോൺസ് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെയിനിങ് വഴി ആ എക്സിസ്റ്റിംഗ് ന്യൂറോൺസിനെ കൊണ്ട് പുതിയ ബ്രാഞ്ചിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ലെവൽ ഇന്റർവെൻഷനിൽ പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ലൈക്ക് ഇംപ്രൂവ് യുവർ മെമ്മറി, അതേപോലെ തന്നെ ഇംപ്രൂവ് ദ ഫങ്ഷൻസ് സച്ച് ആസ് മൂവ്മെന്റ്, അതേപോലെ തന്നെ ഡേ ടു ഡേ ടാസ്ക് ഓരോന്നും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻസ് വഴി പറ്റും. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരു ബ്രീഫ് ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിന്ന് കുറച്ചും കൂടെ ക്ലിയർ ആവും എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്. കാരണം നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ടേം മിക്കയിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടാറില്ല. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും 7 മണിക്ക് എണീക്കുന്ന ഒരാള് 5 മണിക്ക് എണീക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഫ്രം അവർ ബ്രെയിൻ, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പയ്യ ആ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇത്രയും നാൾ ഡോമിനന്റ് നെറ്റ്വർക്ക് ആ 7 മണിക്ക് എണീക്കണതാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ലോലി ദർ വിൽ ബി ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ്. അത് കഴിഞ്ഞ് 5 മണിക്ക് എണീക്കാൻ കണ്ടിന്യൂസ്ലി ഒരു 3 ആഴ്ചയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എ ന്യൂ നെറ്റ്വർക്ക് വിൽ ബി ക്രിയേറ്റഡ്. അത് കഴിഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്യും തോറും ഒരു 3 മാസം കൊണ്ടൊക്കെ ദാറ്റ് ബിക്കംസ് യുവർ ബിഹേവിയർ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. സോ ഇഫ് യു വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ യുവർ ബ്രെയിൻ ഹാസ് ടു ബി ട്രെയിൻഡ് ഇൻ ദാറ്റ്. അപ്പൊ അത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ആക്ടിവേഷൻ നടക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ കാര്യം ചിന്തിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഓരോരോ പുതിയ കണക്ഷൻസ് ഫോം ചെയ്യും, അവരെ പുതിയ നെറ്റ്വർക്ക് ആക്ടിവേറ്റഡ് ആവും. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെർട്ടൈൻ വേയിലാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത്. പക്ഷെ ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊരു ബേസിക് നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് ആദ്യം വീക്കർ നെറ്റ്വർക്ക് ആയിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് അത് പ്രോമിനന്റ് നെറ്റ്വർക്ക് ആയിട്ട് മാറും, മറ്റേത് വീക്ക് ആകാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ആ റീവയറിങ് ചെയ്യണത്. അപ്പൊ നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യണേണ്.
നേരത്തേന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന. അപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ബ്രെയിനിനെ കൊണ്ട് ഒരു പുതിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് വഴി നമ്മൾ ആ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൽ നിന്ന് മാറ്റം വരുത്തി ഒരു പുതിയ നെറ്റ്വർക്ക് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു കോൺസെപ്റ്റ് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഡ്യൂറിങ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് യുവർ ലൈഫ്. അപ്പൊ ഇതിന് കുറച്ച് എക്സ്പെരിമെന്റൽ പ്രൂഫാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇത് കുറച്ച് ശാസ്ത്രീയമായിട്ട് പല പല എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് കോൺസെപ്റ്റ് വേരിയസ് സയന്റിസ്റ്റ് ഹാവ് ഡൺ ദിസ് എക്സ്പെരിമെന്റ്സ്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം മെഗ്യൂർ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞ ചെയ്ത ഒരു പഠിത്തമാണ്. അതിൻ്റെ അകത്ത് മെഗ്യൂർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലണ്ടനിലെ ടാക്സി ഡ്രൈവേഴ്സും അവിടുത്തെ ബസ് ഡ്രൈവേഴ്സിന്റെയും ബ്രെയിൻ കമ്പയർ ചെയ്ത്. അപ്പൊ ടാക്സി ഡ്രൈവേഴ്സിന് അവിടെ പുതിയ റോഡ് മാപ്പ് പഠിക്കണം, അതുപോലെ തന്നെ പഴയ ചെറിയ ചെറിയ വഴി കൂടെ അവർക്ക് കംപ്ലീറ്റ് ലണ്ടന്റെ മാപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രം അവർക്ക് ലൈസൻസ് പുതുക്കി കിട്ടുള്ളൂ. അപ്പൊ അവരെല്ലാ ചെറിയ ചെറിയ വഴികളും അവരുടെ ബ്രെയിനിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ബ്രെയിൻ സാധാരണ ബസ് ഓടിക്കുന്ന ആൾക്കാരുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നാണ് ഡോക്ടർ മെഗ്യൂർ സ്റ്റഡി ചെയ്തത്. സോ ഷീ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബസ് ഓടിക്കുന്ന അവരുടെ ഹിപ്പോകാമ്പൽ നെറ്റ്വർക്ക് അധികം വികസിച്ചിട്ടില്ലായിരുന്നു MRI സ്കാൻ ചെയ്തപ്പോഴത്തേക്കും. കാരണം അവരൊരു നോർമൽ പാത്ത് മാത്രമാണ് എടുക്കണം. ബട്ട് വെൻ വി എക്സ്പ്ലോർ ന്യൂ ടെറിട്ടറീസ്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ പുതിയ നെറ്റ്വർക്ക് നമ്മൾ, അല്ലെങ്കിൽ പുതിയ ഈ ടാക്സി ഡ്രൈവേഴ്സ് ചെയ്യണ പോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ ഹിപ്പോകാമ്പൽ നെറ്റ്വർക്ക് ഓൾസോ ചേഞ്ചസ്. അപ്പൊ ഹിപ്പോകാമ്പസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗേറ്റ് വേ ടു യുവർ മെമ്മറി. അപ്പൊ നമ്മൾ മെമ്മറി ഓരോന്നും പതിയണത് ഹിപ്പോകാമ്പസിന്റെ ഷോർട്ട് ടേം മെമ്മറി പതിഞ്ഞിട്ട് അതിനെ ലോങ് ടേം കോർട്ടെക്സിന്റെ നെറ്റ്വർക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത് നമ്മൾ ഈ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരിലാണ്. അപ്പൊ അതാണ് ഈ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഹിപ്പോകാമ്പൽ നെറ്റ്വർക്ക് കുറച്ചും കൂടെ തിക്കണ്ടായിരുന്നു കമ്പയർഡ് ടു ദ ലണ്ടൻ ബസ് ഡ്രൈവേഴ്സ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവർ നെറ്റ്വർക്ക് ഓൾസോ ചേഞ്ചസ്. രണ്ടാം എക്സ്പെരിമെന്റ് ചെയ്തത് പാസ്കൽ ലിയോൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ്. ഇപ്പൊ പാസ്കൽ ലിയോൺ രണ്ട് എക്സ്പെരിമെന്റിലൂടെയാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ ശ്രമിച്ചത്. ആദ്യത്തെ എക്സ്പെരിമെന്റ് പാസ്കൽ ലിയോൺ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ പിയാനോ പ്ലേ ചെയ്യുന്നത് അത് കമ്പയർ ചെയ്തു. ഒരു ഗ്രൂപ്പിനോട് അവരോട് വലത്തെ കൈകൊണ്ട് മാത്രം പിയാനോ പ്ലേ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിയാനോ പ്ലേ ചെയ്യാനും മൂന്നാമത്തെ ആൾക്കാരെ വെറുതെ ഇരിക്കാനും പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പിന്റെ എന്നിട്ട് ബ്രെയിൻ ആക്ടിവേഷൻ നോക്കിയപ്പോഴത്തേക്കും ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്ലേ ചെയ്ത ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കുറേം കൂടെ ആക്റ്റീവ് ആയിരുന്നു. അവിടെ കൂടുതൽ ന്യൂറോണൽ ഫയറിങ് നടന്നു. സോ ആ ട്രെയിൻഡ് ഗ്രൂപ്പ്, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ചിട്ടയോടെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ ബ്രെയിനിന്റെ സ്പെസിഫിക് ഏരിയാസ് ആക്ടിവേറ്റഡ് ആവും. അപ്പൊ മനസ്സിലായെന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ആ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യും. അത് ഓൾറെഡി നമുക്ക് ഒരുവിധം ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം പഠിക്കുമ്പോഴത്തേക്കും സ്ട്രക്ചേർഡ് ഗോൾ ഡയറക്റ്റഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുമെന്നുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോഴും കാർ ഡ്രൈവ് ചെയ്യാനൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ ബ്രെയിനിൽ ആ നെറ്റ്വർക്ക് ക്രിയേറ്റഡ് ആയി കാണില്ല. വൺസ് ദാറ്റ് നെറ്റ്വർക്ക് ഗെറ്റ്സ് ക്രിയേറ്റഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ബാലൻസും, അതുപോലെ തന്നെ സൈക്കിളിലാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ കാർ ഓടിക്കാനാണെങ്കിൽ കറക്റ്റ് ആക്സലറേറ്ററിൽ നിന്ന് ക്ലച്ചിലേക്കൊക്കെ മാറ്റമൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നടക്കും വൺസ് ദാറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് ക്രിയേറ്റഡ്. അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ നെറ്റ്വർക്ക് ബിൽഡ് ആണ്. ആ നെറ്റ്വർക്ക് ബിൽഡ് ആയി കഴിഞ്ഞാൽ then your body will automatically follow the actions അല്ലെങ്കിൽ follow the thoughts. അപ്പൊ അങ്ങനെയാണ് ആ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഈസിലി ചെയ്യാൻ പറ്റണം. അപ്പൊ അത് ഓൾറെഡി ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ബ്രെയിനിൽ ആ നെറ്റ്വർക്ക് ക്രിയേറ്റഡ് ആവുന്നില്ല. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് പാസ്കൽ ലിയോൺ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനോട് പിയാനോ കൈകൊണ്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു, നേരത്തെ ചെയ്ത പോലെ തന്നെ. രണ്ടാമത്തെ ഗ്രൂപ്പിന് പിയാനോയുടെ നോട്ട്സ് മാത്രം കൊടുത്തു.
എന്നിട്ട് അവരോട് നോട്ട്സ് മെന്റലി വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു വിത്തൗട്ട് ഈവൻ ടച്ചിങ് ദ പിയാനോ. എന്നിട്ട് അവരുടെ ബ്രെയിൻ ആക്ടിവേഷൻ നോക്കി. അപ്പൊ പാസ്കൽ ലിയോൺ ഒരു ഗ്രൂപ്പിനോട് നേരത്തെ ചെയ്ത പോലെ തന്നെ കൈകൊണ്ട് പിയാനോ പ്ലേ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് വിത്തൗട്ട് ഈവൻ ടച്ചിങ് ദ പിയാനോ ദേ വെർ ആസ്ക്ഡ് ടു മെന്റലി വിഷ്വലൈസ് ദ നോട്ട്സ്. എന്നിട്ട് അവരുടെ ബ്രെയിൻ ആക്ടിവേഷൻ നോക്കി. ഇപ്പൊ ഫിസിക്കലി കൈകൊണ്ട് പിയാനോ പ്ലേ ചെയ്ത ആൾക്കാരുടെയും മെന്റലി വിഷ്വലൈസ് ചെയ്ത ആൾക്കാരുടെയും ഏകദേശം ആക്ടിവേഷൻ സിമിലർ ആയിരുന്നു. ആ ലാസ്റ്റ് കോർണറിലുള്ള ബോക്സ് നോക്കിയാൽ മനസ്സിലാവും ആക്ടിവേഷൻ ഏകദേശം ഇപ്പൊ ന്യൂറോണൽ ഫയറിങ് ഏകദേശം സിമിലർ ആയിരുന്നു രണ്ടുപേരുടെയും. എന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്കലി ഒരു കാര്യം ചെയ്യണമെന്നില്ല, മെന്റലി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്താൽ തന്നെ സെയിം ബ്രെയിൻ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആവുമെന്നാണ് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. സോ ഇറ്റ് ക്രിയേറ്റഡ് ദ ബേസിക് കോൺസെപ്റ്റ് ലൈക്ക് തിങ്കിങ് ഈസ് ഡൂയിങ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ചാൽ തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ട നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിൽ ബിൽഡ് ആവും. ഇത് തന്നെയാണ് വിഷ്വലൈസേഷന്റെ കാര്യം കുറെ ഇപ്പൊ ട്രെയിനിങ്ങിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും വി ആർ ക്രിയേറ്റിംഗ് ദാറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഈ ഒരു ബേസിക് എക്സ്പെരിമെന്റ് ആണ് പാസ്കൽ ലിയോൺ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രമാണ് എന്റർടൈൻ ചെയ്യണമെങ്കിൽ അവർ എൻറ്റയർ ലൈക്ക് നമ്മൾ തോട്ട് പ്രോസസ് എല്ലാം നെഗറ്റീവായിട്ട് പയ്യെ പയ്യെ മാറാൻ തുടങ്ങും. കാരണം ഇത് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും പറയണത് ആ സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തു പോയെന്നാണ്. ആ സാഹചര്യം വരുമ്പോൾ അങ്ങനെ ചെയ്തു പോണെങ്കിൽ അവര് അതിനു മുമ്പേ ഈ നെറ്റ്വർക്ക് അവരുടെ ബ്രെയിനിൽ ബിൽഡ് ചെയ്ത് കാണും. ഒരാളോടുള്ള പക അല്ലെങ്കിൽ ഇപ്പൊ പോണോഗ്രാഫിക് അഡിക്ഷൻ ഉള്ള ഒരു റേപ്പിലേക്കൊക്കെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ്ലി ആ ബ്രെയിൻ നെറ്റ്വർക്കിൽ പതിയണ കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് ബിക്കം സോ സ്ട്രോങ്. അത് കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ യോജിച്ചു വരുമ്പോഴത്തേക്കും ആ ആക്ഷനിലേക്ക് തന്നെ പോകും. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്ന തിങ്കിങ് ഈസ് ഡൂയിങ് എന്ന് പറയുന്നത്. യു ഡോണ്ട് നീഡ് ടു ഡു തിങ്സ്, your brain is automatically creating this network when you are continuously thinking about many of these things. അതാണ് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഇത് ഏത് പ്രായത്തിലും നടക്കുക. അതാ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ പീരീഡും അതുപോലെ തന്നെ യങ്ങർ ഏജസിലൊക്കെ നോർമലി നടക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു 25-30 വയസ്സ് വരെ ഇത് ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം ഹൈ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് എല്ലാം നമ്മുടെ ബ്രെയിൻ ഫിക്സ് ചെയ്ത് വരുന്ന ടൈമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 25-30 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് തോട്ട്സിൽ വരുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ ആ ചേഞ്ചസ് വരുന്നത്. അപ്പൊ അത് ഏത് പ്രായത്തിലും നടക്കുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണം. അതിന് ഡോക്ടർ സ്നോയിഡൻ എന്ന് പറഞ്ഞ ഡേവിഡ് എ സ്നോയിഡൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ചെയ്ത ഒരു പഠനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണം. അപ്പൊ അതിൻ്റെ അകത്ത് ഡോക്ടർ സ്നോയിഡൻ ചെയ്ത എന്താന്ന് വെച്ചാൽ US തന്നെ നോട്ടർഡാം എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ അവിടുത്തെ ഒരു കന്യാസ്ത്രീ മഠത്തിലാണ് ഈ പഠനം നടത്തിയത്. അപ്പൊ ഡോക്ടർ സ്നോയിഡൻ ചെയ്ത എന്താന്ന് വെച്ചാൽ ഈ കന്യാസ്ത്രീകൾ ഏകദേശം 700 തൊട്ട് 800 കന്യാസ്ത്രീകൾ ഉണ്ടായി. ആ കന്യാസ്ത്രീകളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ച് ഒരു ഗ്രൂപ്പിനോട് അവര് നേരത്തെ ജീവിച്ച ജീവിതശൈലി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് ഡോക്ടർ സ്നോയിഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല പല ജീവിതശൈലി മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഓരോ 6 മാസം കഴിയുമ്പോഴും ഇവരുടെ കോഗ്നേറ്റീവ് എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ സ്നോയിഡന് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവന്ന ഗ്രൂപ്പിൽ കോഗ്നേറ്റീവ് എബിലിറ്റീസ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് കണ്ട്. അതിൻ്റെ അകത്ത് തന്നെ 101 വയസ്സുള്ള സിസ്റ്റർ മേരി എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീയാണ് ഏറ്റവും കൂടുതൽ കോഗ്നേറ്റീവ് എബിലിറ്റീസിൽ ഇമ്പ്രൂവ്മെന്റ് കാണിച്ചത്. അപ്പൊ ഒരു 100-101 വയസ്സുള്ള ഒരാൾക്ക് വരെ ചേഞ്ചസ് ആ ഒരു പ്രായത്തിൽ നടക്കുമെന്നാണ് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് പഠനത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രായത്തിൽ വരെ നമുക്ക് ആ ബ്രെയിനിന്റെ നെറ്റ്വർക്കിൽ മാറ്റം വരുത്താം. അത് കഴിഞ്ഞ് ഡോക്ടർ സ്നോയിഡൻ ഇവരുടെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ടാമത്തെ പഠനം നടത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മരണത്തിന് മുമ്പ് ഇവരുടെ കൺസെന്റ് മേടിച്ചിരുന്നു. അത് കഴിഞ്ഞ് മരണശേഷം ഇവരുടെ ബ്രെയിൻ ഓട്ടോപ്സി ചെയ്ത് നോക്കി.
അപ്പോൾ ഓട്ടോപ്സി രണ്ട് ഗ്രൂപ്പിനെ ചെയ്തപ്പം ഡോക്ടർ സ്നോയിഡന് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പിലും ബീറ്റാ അമിലോയിഡ് പ്ലേക്സ്, അൽഷിമേഴ്സ് ഇന് വേണ്ട ബീറ്റാ അമിലോയിഡ് പ്ലേക്സ് ഫോം ചെയ്തിരുന്നു. പക്ഷേ നേരത്തെ ജീവിതശൈലി മാറ്റം കൊണ്ടുവരാഞ്ഞ ഗ്രൂപ്പിലാണ് മെജോറിറ്റി ആൾക്കാർക്കും അൽഷിമേഴ്സ് വന്നത്. ജീവിതശൈലി മാറ്റം കൊണ്ടുവന്ന ഗ്രൂപ്പിൽ ആർക്കും തന്നെ അൽഷിമേഴ്സ് വന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാഞ്ഞെന്ന് ഡോക്ടർ സ്നോയിഡൻ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മനസ്സിലായ എന്താന്ന് വെച്ചാൽ ഒരു അൽഷിമേഴ്സ് ഒക്കെ വരുമ്പോൾ ഏകദേശം 50 to 60% ഓഫ് കോളിനർജിക് ന്യൂറോൺസ് ആർ ലോസ്റ്റ്. അപ്പോഴാണ് ഈ മെമ്മറി ഡിഫക്ട്സ് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ ആ സിംറ്റമാറ്റിക് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് ഈ ജീവിതശൈലി മാറ്റം കൊണ്ടുവന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള 40 തൊട്ട് 50% ന്യൂറോൺസ് കൂടുതൽ സ്പ്രൗട്ടിങ് ഫോം ചെയ്തതായിട്ട് കണ്ടു. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ന്യൂറോൺസ് കൂടുതൽ ബ്രാഞ്ചിങ് ഫോം ചെയ്തിട്ട് ഇറ്റ് ഫോംഡ് ന്യൂ നെറ്റ്വർക്ക്. എന്നിട്ട് ആ നഷ്ടപ്പെട്ട ന്യൂറോൺസിന്റെയും കൂടെ ഫങ്ഷൻസ് ഒരു പരിധിവരെ ഏറ്റെടുക്കാൻ തുടങ്ങി. ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ് ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആയിരുന്നു ഡോക്ടർ സ്നോയിഡൻ്റെ. അതിൽ നിന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരണേ മുമ്പ്, അല്ലെങ്കിൽ അൽഷീമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിൽ പാർക്കിൻസൺ ഒക്കെ വരണേ മുമ്പ് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഹെൽത്തി ന്യൂറോൺസിനെ കൂടുതൽ സ്പ്രൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നും അത് കൂടുതൽ വാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് മാറുമെന്നും ആൻഡ് ഇറ്റ് ക്യാൻ ഒരു പരിധിവരെ ആ നഷ്ടപ്പെട്ട ന്യൂറോൺസിന്റെ ഫങ്ഷനും കൂടെ ഏറ്റെടുക്കാൻ പറ്റുമെന്നാണ് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഇതിന്റെ എല്ലാ സയന്റിഫിക് എവിഡൻസും ഏജിങ് വിത്ത് ഗ്രേസ് എന്നുള്ള ബുക്കിൽ ഡോക്ടർ സ്നോയിഡൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് അവർ നെറ്റ്വർക്ക് അറ്റ് എനി ഏജ്. അതാണ് ഈ ഒരു പഠനത്തിന്റെ ഏറ്റവും വലിയ ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് വന്നത്. കാരണം നമ്മൾ 100 വയസ്സ് അല്ലെങ്കിൽ 101 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഒട്ടും മാറില്ലെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഈവൻ അറ്റ് ദാറ്റ് സ്റ്റേജ് ഇഫ് യു ഡെലിബറേറ്റ്ലി ഡു സം ഇന്റർവെൻഷൻസ് നമ്മുടെ ബ്രെയിനിന്റെ നെറ്റ്വർക്ക് റീവയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യണ എങ്ങനെയാ, അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു തോട്ട് എന്റർടൈൻ ചെയ്തു. അപ്പൊ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും there is a neurotransmitter level change. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ ഒരു ചേഞ്ച് വരും. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ആലോചിക്കണമെങ്കിൽ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിലീസിന്റെ എമൗണ്ട് കൂടും. ആ റിലീസ് കൂടി ആ ന്യൂറോണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് വരും. അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ ആ ന്യൂറോണിൽ നിന്ന് പയ്യെ പുതിയ സ്പ്രൗട്ടിങ് വരും, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ചിങ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആദ്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിനാപ്സിസ് സ്ട്രെങ്തൻഡ് ആവും. അപ്പൊ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് സ്ട്രെങ്തൻഡ് ആവുമ്പോൾ നിയർ ബൈ നെറ്റ്വർക്ക്സ് ബിക്കം വീക്കർ. അങ്ങനെ നമ്മൾ ആ ന്യൂറോണൽ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി നമ്മൾ വീണ്ടും ആ ഒരു തോട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനാറ്റമിക്കൽ ചേഞ്ചസ്, നേരത്തെ പറഞ്ഞ സ്പ്രൗട്ടിങ് വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ കണക്ഷൻസിൽ മാറ്റം വരാൻ തുടങ്ങും. അപ്പൊ സ്പ്രൗട്ടിങ് ഓഫ് ന്യൂ ആക്സോണൽ ടെർമിനൽസും അതുപോലെ തന്നെ ന്യൂ സിനാപ്സിന്റെ ഫോർമേഷൻ നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 3-4 ആഴ്ചത്തേക്ക് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദർ വിൽ ബി സ്ട്രക്ചറൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ആ സ്ട്രക്ചറിൽ അല്ലെ ന്യൂറൽ നെറ്റ്വർക്സിൽ തന്നെ ചേഞ്ച് വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ റെഗുലർ ആയിട്ട് അത് തന്നെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ തന്നെ മാറ്റം വരാൻ തുടങ്ങും. ദാറ്റ് വിൽ ബി ദ പെർമനന്റ് ചേഞ്ച് ഇൻ ദ സിനാപ്റ്റിക് കണക്ഷൻസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ കംപ്ലീറ്റ് ഒരു റീവയറിംഗ് പ്രോസസ് നടക്കും ഇഫ് വി ആർ കണ്ടിന്യൂസ്ലി എന്റർടൈനിങ് സം പ്രോസസ് അല്ലെങ്കിൽ സം തോട്ട്സ് അല്ലെങ്കിൽ ആക്ഷൻ. അപ്പൊ അത് നമുക്ക് ആക്ഷൻ തന്നെ വേണമെന്നില്ല എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ റെഗുലർ ആയിട്ട് എന്റർടൈൻ ചെയ്യണേ തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ റീവയറിംഗ് നടക്കും. അപ്പൊ നമ്മളല്ലാതെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറ്റലിയിലും ഇപ്പൊ US എന്നൊക്കെ വന്നേക്കുന്ന സ്റ്റഡി പറയണെന്ന് വെച്ചാൽ ആ കോവിഡിന്റെ ന്യൂസ് കേട്ട് ആ നെഗറ്റീവ് തോട്ട്സ് എന്റർടൈൻ ചെയ്തവരാണ് ഏറ്റവും കൂടുതൽ മരിച്ചെന്നുള്ളതാണ്. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ ദേ വെയർ ക്രിയേറ്റിംഗ് ദിസ് നെഗറ്റീവ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ നേരത്തെ പറഞ്ഞ പോലെ HPA ആക്സിസ്, കോർട്ടിസോൾ റിലീസും ഇതെല്ലാം കൂട്ടുന്ന രീതിയിലുള്ള
നെറ്റ്വർക്ക് അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് നമ്മൾ ബ്രെയിനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് ദീസ് ലൈക്ക് ഡാമേജിങ് ഇഫക്ട്സ് ടു അവർ ബോഡി. അപ്പൊ ആ നെറ്റ്വർക്കിൽ നമ്മൾ തോട്ട്സ്, എങ്ങനത്തെ തോട്ട്സ് ആണ് എന്റർടൈൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പൊ നെഗറ്റീവ് നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കണ്ടിന്യൂസ്ലി എന്റർടൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ അഫക്റ്റഡ് ആവും. അങ്ങനെ കുറേ ബയോളജിക്കൽ പ്രോസസ്, ബോഡിയിലുള്ള ബയോളജിക്കൽ പ്രോസസ്സിൽ ചേഞ്ചസ് വരും. ആൻഡ് വിച്ച് വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് ദീസ് നെഗറ്റീവ് ഇഫക്ട്സ് ഇൻ യുവർ സിസ്റ്റം. അപ്പൊ അങ്ങനെയാണ് ആ പഠനങ്ങളെല്ലാം പറയണത്. സോ ഈ ഒരു നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ മാറ്റം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ന്യൂറോണൽ കണക്ഷൻസിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പൊ ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മൾ മാറ്റം വരുത്തുന്നതിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ തന്നെ നമ്മൾ മെറ്റാപ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു കണ്ടിന്യൂസ് നമ്മൾ മെന്റൽ പ്രോസസ്സിൽ വരുത്തുന്ന മാറ്റം, അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സോണൽ സ്പ്രൗട്ടിങ് ഫോം ചെയ്യും. ഈ സ്പ്രൗട്ടിങ് വന്നാലുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ സ്പ്രൗട്ടിങ് വന്നു കഴിയുമ്പോഴത്തേക്കും ദർ വിൽ ബി ലോട്ട് ഓഫ് ന്യൂ ബ്രാഞ്ചസ്. അപ്പൊ ഈ ബ്രാഞ്ചിങ് കൂടിയാലുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിങ്ങില് ചെറിയ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് എന്നാണ് വിളിക്കുന്നത്. ആ ഡെൻഡ്രൈറ്റിക് സ്പൈൻസ് ജസ്റ്റ് ഒരു പോക്കറ്റ് പോലെ ആക്ട് ചെയ്യണം. ഈ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ ഉള്ളിലാണ് മെമ്മറി പ്രോട്ടീൻസിനെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ ബ്രാഞ്ചിങ് കൂടണം അതനുസരിച്ച് ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ എണ്ണവും കൂടും. ഇപ്പൊ ഡെൻഡ്രൈറ്റിക് സ്പൈൻസിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും വി വിൽ ഹാവ് ലോട്ട് ഓഫ് സ്റ്റോറേജ് ഏരിയ ഫോർ ദ മെമ്മറി പ്രോട്ടീൻസ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ആ ചേഞ്ചസ് വരുന്നത്. അപ്പൊ കൂടുതൽ നെറ്റ്വർക്ക് വാസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആ എഫിഷ്യന്റ് കണക്ഷൻസും അതുപോലെ തന്നെ എഫിഷ്യന്റ് പെർഫോമൻസിലേക്കും വരും. അപ്പൊ അത് മെമ്മറിയിൽ മാത്രമല്ല നമ്മുടെ മോട്ടോർ ഏരിയാസ് ആണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ദോസ് ഇഫക്ട്സ് വിൽ ഓൾസോ ബി ദെയർ. അപ്പൊ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷനിൽ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഈ സമയം എത്രയും ഞാൻ ഇന്ന് 9:45 ആകാറായി. ഞാൻ ഇന്ന് 45 മിനിറ്റ്സ് അല്ല, ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് ഡിസ്കഷനുള്ള ഒരു സമയം. അതെ, അതുകൊണ്ടാണ് ഞാൻ 9:45 നിർത്താന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ് നാളെ കണ്ടിന്യൂ എന്നുള്ള. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണത് എങ്ങനെ നമ്മുടെ ബ്രെയിനിന്റെ നെറ്റ്വർക്കിനെ റീവയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ദലൈലാമയുടെ ഒരു കോട്ട് ഉണ്ട്, ജസ്റ്റ് വൺ പോസിറ്റീവ് തോട്ട് ഇൻ ദ മോർണിംഗ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ഡേ. അതെങ്ങനെയാണ് നമുക്ക് ആ റീവയറിങ് കൊണ്ടുവരാൻ പറ്റണേന്നാണ് നമ്മൾ ഇനി നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻസ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ നമ്മൾ ആ ബെനിഫിഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് രാവിലെ തന്നെ നമുക്ക് ആ റീപ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഡേ മാറും എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നാളെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇൻവോൾവ് ആണ്, നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻസ് ഇൻവോൾവ് ആണ്, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെയാണ് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും ഇനി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ കുറിച്ചുള്ള പറഞ്ഞിട്ട് നിർത്താന്ന് ഓർത്തത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ എന്തൊക്കെയാണ് ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അപ്പൊ ഡോക്ടർ സ്നോയിഡൻ ചെയ്ത ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഉണ്ട്. അത് കൂടാതെ റീസെന്റ് ആയിട്ട് ന്യൂറോ സയൻസിൽ വന്നേക്കുന്ന അഡ്വാൻസസ് ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ ഇന്റർവെൻഷനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഹിയർ ആൻഡ് ടേക്ക് സം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ആൻഡ് കമന്റ്സ്, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ന് കുറുപ്പ് സാർ രണ്ടാമതായി പോയി. കുറുപ്പ് സാറിനെ കാട്ടി മുമ്പേ ഹ്യൂബർട്ട് ഡോക്ടറാണ് ഇന്ന് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹ്യൂബർട്ട് ഡോക്ടർ തുടങ്ങിക്കോളൂ. ഏതായിരുന്നാലും സാറ് ഡോക്ടർ വളരെ വളരെ നല്ല 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 ക്ലാസ് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു പുതിയ വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ.
3-4 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഞാനൊരു മ്യൂസിഷ്യനും കൂടെയാണ്. ഓക്കെ. ഞാൻ രാഗങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് രാഗങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ രാഗാസ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രാഗങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിനെ കുറിച്ച് വളരെയേറെ ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2-3 വ്യക്തികളെ കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ അവർ സ്റ്റഡീസ് നടത്തിയൊരു ഡോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു. ഗുരു നിത്യചൈതന്യ മറ്റേ ഈ നമ്മുടെ രജനീഷ്, ആചാര്യ രജനീഷ്, ഇവരെല്ലാവരും ഭയങ്കര ഓർമ്മശക്തി ഉള്ളവരായിരുന്നു. അപാര ഓർമ്മശക്തി. ഒരിക്കൽ ഒരു 20 വർഷം 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പോലും അവരുടെ ഓരോ ഇൻസിഡൻറ്റ് അവരുടെ മനസ്സിനകത്ത് കഴിയുമായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡോക്ടറെ ക്ലാസ് എനിക്ക് തോന്നുന്നു ആ മേഖലയിൽ കൂടെ നാളെ തിരിച്ച് വിട്ടു തീർന്നാൽ പല അവരെ കൂടെയുള്ള സ്റ്റഡീസ് കൂടെ. പിന്നെ ഇതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ പറഞ്ഞതുമായിട്ട് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ ഈ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് മൈൻഡിൽ. ഇതുപോലെ നമ്മുടെ മെഡിസിൻസിന് മൈൻഡിൽ ഡയറക്റ്റായിട്ട് കണക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ ഈ സ്ട്രീംസ് ഫോം ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കണം ഹോമിയോപ്പതിയുടെ കൂടുതൽ എഫക്റ്റ് വരുന്നത്. കാരണം മെൻ്റൽ കംപ്ലയിൻസിൽ നമ്മൾ ഈ ഏത് കേസിനും മൈൻഡിൽ ടച്ച് ചെയ്ത് തീർന്നാൽ അതിന് മൊത്തം ക്യൂർ കിട്ടുന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. അപ്പോൾ അത് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് കണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം തമ്മിൽ നല്ല ഒരു കണക്ഷനും. ഹോമിയോപ്പതിയെ വിശദീകരിക്കാനായിട്ട് ഈ സാറിൻ്റെ ഈ സിസ്റ്റം സാറ് പറഞ്ഞ പ്ലാസ്റ്റിസിറ്റി ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, സാറിൻ്റെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. അതുകൂടാതെ ഈ മെമ്മറി റിലേറ്റഡ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയണമെന്ന് വെച്ചാൽ കുട്ടികൾക്കും ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻ വഴി ഇപ്പൊ നമുക്ക് ആ ബ്രെയിനിൽ അത്രയും ചേഞ്ചസ് ഏർലി സ്റ്റേജസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ മെമ്മറിയൊക്കെ വളരെയധികം കൂടുമെന്നാണ്. കാരണം അത് എത്ര പെട്ടെന്ന് നമ്മൾ ഇന്റർവെൻഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതനുസരിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുമെന്നാണ് റീസെന്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് തന്നെ ഏർലി അഡോളസെൻസിൽ എങ്ങനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻസ് അവരുടെ ഓവറോൾ സോഷ്യൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മുഴുവൻ കവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഡിമെൻഷ്യയുടെ ഒക്കെ പ്രോജക്റ്റ് വെച്ച് മനസ്സിലായ എന്താന്ന് വെച്ചാൽ ഡിമെൻഷ്യയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൽഷീമേഴ്സിലൊക്കെ എത്തിക്കഴിഞ്ഞ് പിന്നെ അത് ഇന്റർവ്യൂ ചെയ്യാനായിട്ടില്ല. അപ്പൊ നമുക്ക് കെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ കെയറിങ് പാറ്റേൺസ് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലും ഇന്റർവെൻഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂറോ ഡീജനറേഷൻ ഒക്കെ നമ്മൾ എപ്പോഴും 60 years ഒക്കെ കഴിയുമ്പോഴാണ് കൂടുതലും കോമൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണത്. പക്ഷേ സ്റ്റാർട്ടിങ് ഫ്രം ദെയർ അഡോളസെന്റ് ദെയർ ബ്രെയിൻ ഈസ് ചേഞ്ചിങ്. അതൊരു 50% 60% കോളിനർജിക് ന്യൂറോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ മെമ്മറി ഡിഫക്ട്സിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും വളരെയധികം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യം ഡോക്ടറെ. അപ്പൊ നമുക്കൊക്കെ പ്രയോജനപ്പെടും എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. നാളത്തെ ക്ലാസ്സിൽ കിട്ടുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പൊ ഇനി നാളെ അത് തന്നെയാണ്. അതെ, ഓക്കെ സാറേ, സന്തോഷം. അടുത്ത നമുക്ക് ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് പോവാം. സാറിന്ന് രണ്ടാമതായി പോയി. സാറിന്റെ ഫസ്റ്റ് അടിയ സാറാണ്. ഇന്ന് സാറ് പറഞ്ഞോളൂ. അടുത്ത സാറ് പറഞ്ഞു. സാറിന്റെ ഓഡിയോ വീണ്ടും മ്യൂട്ടായി പോയല്ലോ സാറ്. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ചക്രവാണി സാർ വളരെ ഗംഭീരമായിരിക്കുന്നു. എക്സലന്റ് സെഷൻ, കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാനൊരു 10-25 വർഷമായിട്ട് ഈ വക കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് 1-2 ചോദ്യങ്ങളുണ്ട്. സാറിന്റെ ക്ലാസ് ഏതായാലും വളരെ നന്നായി. ഞാൻ നാളെ ട്രെയിനായിരിക്കും, അതുകൊണ്ട് കേൾക്കത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോളാം, തീർച്ചയായിട്ടും കേൾക്കും യൂട്യൂബ് വഴി. പിന്നെ സാറേ ഒരു ചോദ്യം. ഈ അൾസിമേഴ്സും അല്ലെ ഡയമെൻഷ്യ അല്ലെങ്കിൽ ഈ പാർക്കിൻസൺസ് ബിഗിനിങ്ങിൽ നമുക്കറിയാൻ വഴിയുണ്ടോ? ഈ ബ്രെയിൻ സ്കാനിങ് അല്ലാതെ അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് വഴി എന്തെങ്കിലും അത് പ്രിവെന്റ് ചെയ്യാനോ അതിനുള്ള മാർഗങ്ങളുണ്ടോ? അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ സാറേ, വേറെ ഒന്നും വിചാരിക്കും.
അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ബയോമാർക്കേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കുറെ അൽഷീമേഴ്സ് ഇപ്പൊ പാർക്കിൻസന്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സിംറ്റമാറ്റിക് സ്റ്റേജും ഉണ്ട്. അത് കൂടാതെ അതിൻ്റെ അകത്ത് കൂടുതലും എന്നാന്ന് വെച്ചാൽ മോട്ടോർ സിംറ്റംസ് ആണ്. അതിന് മുമ്പ് ഒരു നോൺ മോട്ടോർ സ്റ്റേജ് ഉണ്ട്. അപ്പൊ നോൺ മോട്ടോർ സ്റ്റേജിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒരു കോമൺ പാറ്റേൺ ആണ്. പിന്നെ രണ്ടാമത്തത് അവരുടെ സ്മെൽ അഫക്റ്റഡ് ആവും. പിന്നെ ഗട്ടില് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിരിക്കും. ഇങ്ങനത്തെ എല്ലാം നോൺ മോട്ടോർ സയൻസ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണത്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ബയോമാർക്കർ ഡെവലപ്മെന്റിന് വേണ്ടി ഇപ്പൊ ഗട്ട് അൾട്രേഷൻസ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയൽ മെറ്റബോളൈറ്റ്സിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട് ഫോർ ഗെറ്റിംഗ് എ ബയോമാർക്കർ. ആ ബയോമാർക്കർ ബേസ്ഡ് സ്റ്റഡിയാണ് ഇപ്പൊ നമ്മുടെ ലാബിലൊക്കെ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പൊ ഇതുവരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ന ആൾക്ക് വരുമെന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാനായിട്ടുള്ള ബയോമാർക്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കുറെ നോൺ മോട്ടോർ സിംറ്റംസ് ഡിമെൻഷ്യ അൽഷീമേഴ്സ് വന്നവരിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ പാർക്കിൻസൺ വന്നവരിൽ. ആ നോൺ മോട്ടോർ സിംറ്റംസ് വെച്ചിട്ടാണ്. അപ്പൊ സ്മെല്ല് നഷ്ടപ്പെടും ഇവർക്ക് ഏർലി സ്റ്റേജിൽ തന്നെ. അതുകൂടാതെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ കോമൺ ആയിരിക്കും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൂടാതെ അവരുടെ മെമ്മറിയിലും മൈൽഡ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നു തുടങ്ങും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇനിയും ചോദ്യമുണ്ട്, വേറെ വല്ലവരും ചോദിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക. ഇനി എപ്പോഴേലും ചോദിക്കാൻ സൗകര്യം കിട്ടിയാൽ ചോദിച്ചോളാം. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. കീപ് ഇറ്റ് അപ്പ്. വളരെ നന്നായി. താങ്ക് യു സർ. ക്ലാസ് എന്തായാലും നമുക്ക് ആർക്കും ബോറടിക്കാത്ത തരത്തിൽ ഒരുപാട് ആവർത്തിച്ച് പറയാതെ തന്നെ മുമ്പോട്ട് പോയി. അതൊരു വലിയ പ്ലസ് ആയിരുന്നു. ഡോക്ടർ പ്രവീൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ചക്രവാണി സാറെ വളരെ നന്ദി. രണ്ട് പ്രധാനപ്പെട്ട തിരുത്തുകളെ യോജിപ്പിക്കുക എന്നുള്ള ദൗത്യം തുടങ്ങി വെച്ചിരിക്കുകയാണ് നമ്മള്. ഉദാഹരണം, ഫോർഗറ്റ്ഫുൾനെസ് എന്നുള്ള ഒരൊറ്റ സിംറ്റമായിട്ട് ബന്ധപ്പെട്ട് 631 ഡ്രഗ്സ് ഉള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഒപ്പം അതിന്റെ ക്രോസ് റെഫറൻസ് ആയിട്ട് വരുന്നത് ആബ്സെന്റ് മൈനസ് 323 മെഡിസിൻ. അതുപോലെ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് 725. ഇങ്ങനെ അബണ്ടൻസ് ഓഫ് സാധ്യതയുള്ള ഒരു വൈദ്യശാസ്ത്രവും ന്യൂറോ സയൻസുമായിട്ടുള്ള ചേരുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന സൃഷ്ടിപരമായിട്ടുള്ള ഒരു സാധ്യതയാണെന്ന് തുടക്കം വെച്ചിരിക്കുന്ന സന്തോഷം ഈ സായാഹ്നത്തിനുണ്ട്. പിന്നെ ഇവിടെ എപ്പിജെനറ്റിക്സ് എന്ന് സാറ് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ജെനറ്റിക്സ് എപ്പിജെനറ്റിക്സും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് ഹോമിയോപ്പതി. നമ്മളുടെ പല മെഡിസിൻസും, ഉദാഹരണത്തിന് റൊബീനിയ എന്നുള്ള മെഡിസിൻ, അത് ഏറ്റവും കൂടുതൽ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്, കോമൺലി യൂസ് ചെയ്യുന്നത്. പക്ഷേ അസിഡിറ്റി ഉണ്ടാവണമെങ്കിൽ അൺഡൈജസ്റ്റഡ് ആങ്കർ എന്നുള്ളൊരു സംഭവം അങ്ങോട്ട് ഉണ്ടാവണം. ആ റൊബീനിയെ സംബന്ധിച്ച് പറയുന്ന ഒരു സിംറ്റം എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ് തൊട്ട് പറഞ്ഞെന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റില്ല. ഫോർഗറ്റ്ഫുൾനെസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രഗ്സിന് വേറൊരു ലെവലിൽ. നാളെ തൊട്ട് നമുക്ക് രാവിലെ ഒരു 5 മിനിറ്റെങ്കിലും വായിക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ന്യൂറൽ പാത്വേസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്കുള്ളൊരു പ്രത്യേക റിക്വസ്റ്റ് എന്ന് വെച്ചാൽ 5 മിനിറ്റെങ്കിലും വൈദ്യശാസ്ത്ര മേഖലകളിലെ എല്ലാ ശാസ്ത്രങ്ങളെയും യോജിച്ചുകൊണ്ട് ഹോമിയോപ്പതി ഇന്നത്തെ ജനങ്ങൾക്ക് സാധ്യമാവുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ വളരുന്ന ഒരു കാലം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി 5 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. സാറ് ആ ഒരു അപ്പീൽ ചെയ്യുന്നതിനെ സാറിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല, നാളെ അത് തന്നെ ഒരു മെയിൻ ആസ്പെക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്നേ ഞാൻ സർപ്രൈസ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. കാരണം ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം നമ്മുടെ തോട്ട് പ്രോസസ് നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ തോട്ട്സ് അല്ല, ബിലീഫാണ്. ബിലീഫ് അവർ സെൽഫ്. ആ ബിലീഫ് ഉണ്ടാവുമ്പോഴാണ് ഓരോന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് പുതിയ പാത്വേയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ആ മെന്റൽ ബ്ലോക്സ് അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് സ്ട്രെങ്ത് കൂടും. ആൻഡ് ദാറ്റ് നെറ്റ്വർക്ക് ബിക്കംസ് മോർ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഓക്കെ, നാളെ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് സാറ് പറയുന്നതെന്ന് നേരത്തെ പറഞ്ഞു.
അപ്പോ ഇനി അടുത്തത് ഹരിഹരൻ സാറ് ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിനെ ഇപ്പൊ കാണുന്നില്ല. സാർ എത്തുമ്പോഴേക്കും നമുക്ക് ധനേഷ് ഡോക്ടർ. ചക്രപാണി ഡോക്ടറെ, വളരെ ഗംഭീരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഈ ബ്രെയിൻ സംബന്ധമായ പഠനങ്ങളും അത് മറ്റ് ഇതര ശാസ്ത്രങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യവും. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കുകളിലും യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഗൂഗിളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് സാധാരണ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. അത് ഏറ്റവും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഓളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാനാണ്. കാരണം ചില ആൾക്കാർക്ക്, പ്രായമുള്ള ആൾക്കാർക്ക് തന്നെയാണെങ്കിലും വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വളരെ 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 നല്ല രീതിയിൽ പറയാൻ പറ്റും. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്നാൽ ചില ആൾക്കാർക്ക് റീസെന്റ് ഉള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർത്ത് പറയാൻ പറ്റും. പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ഏത് ബ്രെയിൻ ഏരിയയാണ് കൂടുതൽ സ്ട്രോങ് എന്നനുസരിച്ചാണ്. ഇപ്പൊ ഹിപ്പോകാമ്പൽ നെറ്റ്വർക്കിലാണ് കൂടുതൽ സ്ട്രെങ്ത് എങ്കിൽ ഷോർട്ട് ടേം മെമ്മറീസ് ആയിരിക്കും പെട്ടെന്ന് അവർ പ്രോസസ്സ് ചെയ്യണം. അതല്ല ഈ ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ കോർട്ടിക്കൽ നെറ്റ്വർക്ക്സ് ആണ് നമ്മൾ പ്രിഡോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയിരിക്കും. അത് കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഡിമെൻഷ്യയിലേക്ക് കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഒക്കെ റീസെന്റ് മെമ്മറീസ് ആണ് ആദ്യം പോണത്. അത് നമ്മൾ കുറച്ചു മുമ്പ് കഴിച്ച ഭക്ഷണം കഴിച്ചാൽ മറന്നുപോകും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ മറന്നുപോകും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ അവർക്ക് നല്ല എന്താണ് പഴയ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ കുറേയും കൂടെ ക്ലിയർ ആകും. കാരണം നമ്മുടെ റീസെന്റ് മെമ്മറീസ് എലിമിനേറ്റ് ആവുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കുറേയും കൂടെ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാനുള്ള കേപ്പബിലിറ്റി കൂടും. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ടോർച്ചറിങ് അവർ ബ്രെയിൻ വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. കാരണം ഗൂഗിളിൽ ഇപ്പൊ നമ്മള് മൊബൈൽ ഫോണിന്റെ ഒക്കെ ജനറേഷൻ വന്നേ പിന്നെ നമ്മൾ ഒരു ഇൻഫർമേഷനിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം പോലും നമ്മളെ റിപ്പീറ്റ് ചെയ്തിട്ട് ബ്രെയിനിൽ പതിയാനായിട്ട് അനുവദിക്കണില്ല. എല്ലാ ഷോർട്ട് ടേം ഇന്റർമീഡിയറ്റ് മെമ്മറിയിലും വന്നിട്ട് അത് എലിമിനേറ്റ് ആയി പോണേണ്. അപ്പൊ അതിനെ നമ്മൾ ക്ലട്ടറിങ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും. ആ ക്ലട്ടറിങ് ഓഫ് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പഴയ നമ്മൾ ഓർത്തു വെച്ചേക്കണ കാര്യങ്ങൾ പോലും റീകളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റൂല. കാരണം നമ്മൾ ഇപ്പോഴത്തെ മെമ്മറീസ് പഴയ മെമ്മറി ആയിട്ട് ഒരു എന്താണ് ഒരു ക്ലാഷ് വരും. അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ചാൽ നമുക്ക് പഴയ മെമ്മറീസ് ക്ലിയർ ആയിട്ട് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് പോകും. അപ്പൊ അതിന് നമ്മൾ കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റീകളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ വിൽ ബി മച്ച് ബെറ്റർ. അതൊക്കെയാണ് നമ്മൾ ഇനി നാളെ ഡിസ്കസ് ചെയ്യാൻ പോണ എന്തൊക്കെ ടെക്നീക്സ് വഴി നമുക്ക് ആ റീകളക്ഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ സൂമില് ഡിമെൻഷ്യ തന്നെയാണ് വിഷയം. അതിനെക്കുറിച്ച് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ് ഒരു സെഷൻ ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് അറിയിക്കുക. അടുത്ത നമ്മുടെ ഹോമിയോപ്പതി സ്നേഹിയായ വേലപ്പൻപിള്ള സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. വേലപ്പൻപിള്ള സാറെ അൺമ്യൂട്ട് ചെയ്ത്. Okay, thank you, madam, for giving me an opportunity to speak. ഡോക്ടർ ചക്രവർണി സാറിനെ ഇന്ന് കൊണ്ടുവന്ന സബ്ജക്റ്റ് തന്നെ ലേറ്റസ്റ്റ് ആണ്. നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പം പറയാറുണ്ട്. അത് നമ്മുടെ ഹോമിയോപ്പതി കൊണ്ടുവന്ന വളരെ സന്തോഷം. അതിന് നമ്മുടെ ലീഡേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് സബ്ജക്റ്റ് കൊണ്ടുവന്ന് നല്ല എക്സ്പേർട്സിനെ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളത്. സാർ ഇന്ന് എനിക്കൊരു സംശയമുള്ളത്, ഇപ്പം നമ്മുടെ ഫേസ്ബുക്കോ യൂട്യൂബോ നോക്കുകയാണെങ്കിൽ എല്ലാതും മിക്കവാറും ദിവസം കാണാം റീപ്രോഗ്രാം യുവർ ബ്രെയിൻ or mind, thereby you can increase your memory and so many things. ഇതൊക്കെ ശരിയാണോ സാർ? നമ്മുടെ സിസ്റ്റം അതോ അവർ പറയുന്നത്? ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ മിക്കവാറും വരുന്നത് കൊണ്ട് ഇത് ചെയ്യുന്നതാണോ അത് വെറുതെ പറ്റിക്കാനാണെന്ന് അറിയാൻ പാടില്ല. സാറിന് വിലയേറിയ അഭിപ്രായം ആഗ്രഹിക്കുന്നു. ആ റീപ്രോഗ്രാമിംഗ് പ്രോസസ് ആണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്.
എങ്ങനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നെറ്റ്വർക്ക്സ് റീപ്രോഗ്രാംഡ് ആവും. അപ്പൊ അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്താൽ പോരെ? മനസ്സിലായി സാർ. ഞാൻ ജസ്റ്റ് ചോദിച്ചല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് വരുന്നതുകൊണ്ട് ചോദിച്ചാണ്. ഇങ്ങനെ മിക്കവാറും അതെ. വരുന്നുണ്ട്. അതുണ്ട്. കാരണം ബ്രെയിൻ മാപ്പിംഗ് ഒക്കെയാണോ സാർ? അതെങ്ങനെ? അതെ അതെ. ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറേ കൂടെ നെറ്റ്വർക്ക് ഏതൊക്കെ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഏത് ഏരിയയാണ് സ്റ്റിമുലേറ്റഡ് ആണ്, അതൊക്കെ ബ്രെയിൻ മാപ്പിങ്ങിന്റെ ഫങ്ഷണൽ MRI വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ബേസ്ഡ് ഇന്റർവെൻഷൻ വഴി നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ. ടുമോറോ. ഓക്കെ, താങ്ക് യു. നാളത്തെ ക്ലാസ് കൂടെ കേട്ടാൽ സാറിന് കുറച്ച് കാര്യങ്ങൾ കൂടെ വ്യക്തമാവും. ഓക്കെ. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും എന്താണ് ബ്രെയിനിലെ മെമ്മറി അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫ് എങ്ങനെ മെമ്മറിയെ മെച്ചപ്പെടുത്താം, ബ്രെയിനിന്റെ ഫങ്ഷൻ എങ്ങനെ കൂട്ടാം. അപ്പൊ ആരും നിരാശപ്പെടേണ്ടതില്ല. ഇത്രയും വയസ്സായിപ്പോയി, ഇനി ഒരു രക്ഷയില്ലെന്നുള്ള നിരാശ വേണ്ട. ഇനിയും നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ എന്താണ് ബ്രെയിനിലെ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ സമയം ഇന്ന് കഴിഞ്ഞു. എന്തായാലും നമ്മുടെ ചക്രവാണി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇതിന് കാരണമായി തീർന്ന പ്രവീൺ ഡോക്ടറാണെന്ന് തോന്നുന്നു അല്ലേ, ഈ ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവരാൻ സഹായിച്ച ഡോക്ടർക്കും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ബൈ. ലീവ് ചെയ്തോട്ടെ മാഡം.